നമസ്കാരം. നമ്മുടെ കൂടെ ഉള്ളത് ഷമീർക്കയാണ്. കെ ഷമീർ, ഒറ്റപ്പാലം. അദ്ദേഹത്തിൻ്റെ മുറിവെന്ന സിനിമയുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഷമീർക്ക, നമസ്കാരം. ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ മുറിവെന്ന സിനിമയുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇക്കയുടെ നാക്കിൽ നിന്ന് തന്നെ കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ജൂൺ 14 സിനിമ ഇറങ്ങുകയാണ്. ഏറ്റവും വലിയ അപ്ഡേറ്റ്, പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൈവിടരുത്. മമ്മൂക്ക പറയണ പോലെ പ്രേക്ഷകരെ കൈവിടില്ല എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. വലിയ ഒരു ഉത്തരവാദിത്വത്തിലുള്ള ഒരു സിനിമ. അതാണെന്ന് വെച്ചാൽ പുതുമുഖങ്ങളെ വെച്ച് ഹെവി ആയിട്ടുള്ള നല്ലൊരു സബ്ജക്റ്റ് ആണ് മുറിവ് പറയുന്നത്. അത് മനോഹരമായിട്ടുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എല്ലാവരെയും പ്രതീക്ഷ. നല്ല രീതിയിലുള്ള ഒരു കണ്ടൻ്റാണ്, നല്ലൊരു ആക്ഷൻ സൈക്കോ ത്രില്ലറാണ്. എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാ എലമെൻറ്റുള്ള ഒരു സിനിമ ജൂൺ 14 വലിയ പെരുന്നാൾക്ക് നിങ്ങളിലേക്ക് എത്തുകയാണ്. എല്ലാവരും കുടുംബസമേതം വന്ന് സിനിമ കണ്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം സെൽഫായിട്ട് തന്നെ നിങ്ങൾ ഇട്ട് തരണം. ഷമീർക്ക് ഇതിനകത്ത് വളരെ ലളിതമായിട്ട് പുതുമുഖങ്ങൾ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്കറിയാം ഇതിനകത്തിൽ വമ്പൻ താരങ്ങളുണ്ട്. അതായത് അജയ് വാസുദേവുണ്ട്, അതേപോലെ തന്നെ നിഷാദിക്കൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഒന്ന് അപ്ഡേറ്റും കാര്യങ്ങളും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക്. അജയേട്ടൻ ആക്ടറായിട്ടുള്ള മനോഹരമായ സിനിമ, അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസും അദ്ദേഹത്തിൻ്റെ സിനിമയും നമ്മളെ സിനിമയെ ഏറ്റവും ടോപ്പിലേക്ക് എത്തിച്ചു എന്നുള്ളത് തന്നെയാണ്. പിന്നെ നിഷാദ് ഖാൻ എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെയും പുതുമുഖമാണ് ആക്ടിങ്ങിൽ, ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ അവരൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. കാരണം വെച്ചാൽ അജയേട്ടൻ്റെ ആക്ഷൻ സീക്വൻസ് ഒക്കെ നമ്മളെ സിനിമ കൈയടിക്കുന്ന ഒരു ഫാക്ട് ഉണ്ടാവും. ഞങ്ങളത് ഭയങ്കരമായിട്ട് എക്സ്പെക്ടേഷൻ തന്നെയാണ്. കാരണം ഇപ്പം മമ്മൂക്കയുടെ വമ്പൻ ഹിറ്റുകൾ അടിച്ച ആളാണ് അജയേട്ടൻ. അപ്പൊ ഇതിനകത്ത് വരുമ്പോൾ അത് ചെറിയ സംഭവം അല്ല, നമുക്കറിയാം. അജയേട്ടൻ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ വേറെ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുപോലെ തന്നെ എൻജോയ് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന, ഫാമിലിയോടൊപ്പം കാണാൻ പറ്റുന്ന, അതായത് ഫാമിലിക്ക് പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ പറയാം അടിക്കട എന്ന് പറയുന്ന സമയത്ത് അടി കൊടുക്കുന്ന സിനിമയാണ്. അതേപോലെ പെൺകുട്ടികളുടെ ഫൈറ്റ് ഉണ്ട്, പെൺകുട്ടികൾ തിരിച്ചടിക്കുന്നതിൻ്റെ കഥയിൽ നല്ല രീതിയിലുള്ള മൊമെൻ്റ് ഉണ്ട്. അതൊരു നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇതായിരിക്കും ആ എലമെൻറ്റ് എനിക്ക് തോന്നുന്നു. എല്ലാ പെൺകുട്ടികളും ഇത് എൻജോയ് ചെയ്യും. കുടുംബവും ഫാമിലിയും ഒക്കെ ഇങ്ങനെ വേണം എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവും എന്നൊക്കെയാണ് നമ്മളെ പ്രതീക്ഷ ഉള്ളത്. തീർച്ചയായിട്ടും ജൂൺ 14 സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകർക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ ഒരു സംശയത്തിനോ ഇട കൊടുക്കാത്ത രീതിയിലുള്ള മനോഹരമായിട്ടുള്ളൊരു സബ്ജക്റ്റ് ആയിരിക്കും മുറിവ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ജൂൺ 14 ഉള്ള തിയേറ്ററിൽ കുറച്ച് തിയേറ്ററുകളെ നമുക്ക് അവൈലബിലിറ്റി ഉള്ളൂ. ഒരുപാട് സിനിമകൾ ഉണ്ട്. അപ്പോൾ ഉള്ള തിയേറ്ററിൽ കുടുംബത്തോടൊപ്പം പോയി നിന്ന് ഈ സിനിമ കണ്ട് അതിൻ്റെ അഭിപ്രായം പറയണം. പിന്നെ ഓക്കെ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയാം തീർച്ചയായിട്ടും. കാരണം എന്താ, ഇഷ്ടപ്പെടാതെ വരില്ല എന്നുള്ളത് എൻ്റെ വാക്കാണ്. നല്ലൊരു സിനിമയായിരിക്കും. അപ്പോൾ എല്ലാ പ്രേക്ഷകരും സിനിമ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അത്രയാണ് പറയാനുള്ളത്.